പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മുടെ പത്രമാറ്റില് ഇപ്പോൾ സത്യങ്ങളെല്ലാം കനകയും നന്ദുവും ഒക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഒരിക്കലും അത് ദേവയാനിയോ അല്ലെങ്കിൽ കുറച്ചു പേര് മാത്രം നയനയുടെ ഈ ത്യാഗത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ അനന്തപുരി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സത്യം കനക അറിഞ്ഞതിന് ശേഷം ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കനകയ്ക്ക്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ തൻ്റെ മകള് എത്രത്തോളം ത്യാഗങ്ങൾ ചെയ്തിട്ടും ദേവയാനിയോ ആരും നയനെ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന സങ്കടം കനകയ്ക്കുണ്ട്. അതിനെപ്പറ്റി കനക ആദർശനോട് സംസാരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഞാൻ എന്തായാലും ഈ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ നയനെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും. ഇപ്പോഴും നയനയുടെ സ്നേഹം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, നയനയുടെ നന്മ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് നയന അവിടെ നിന്ന് കഴിഞ്ഞാലും വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും. എപ്പോഴും നയനെ കുറ്റപ്പെടുത്താനായിരിക്കും എല്ലാവരും ശ്രമിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു പാല് നവ്യയ്ക്ക് വേണ്ടിയിട്ടാണ് നയന കാച്ചി വെച്ചത്. ആ പാല് ദേവയാനി കുടിച്ചത് കൊണ്ട് ദേവയാനി ഇപ്പോൾ ഹോസ്പിറ്റലിലായി. അതല്ല നവ്യയാണ് ഇപ്പൊ ദേവയാനി കുടിച്ചില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നവ്യായിരിക്കും കുടിക്കേണ്ടി വന്നേനെ. അങ്ങനെ നവ്യ പാല് കുടിച്ചിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞും മരിച്ചേനെ, നവ്യയും മരിച്ചു പോയേനെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ നഷ്ടപ്പെട്ടു പോയേനെ. അതുകൊണ്ട് നവ്യ ആ വീട്ടിലുള്ളതും ഞങ്ങൾക്ക് പേടി തന്നെയാണ്. എങ്ങനെയെങ്കിലും 7-ാം മാസം എത്തിക്കഴിഞ്ഞാൽ അവളെ വിളിച്ചുകൊണ്ട് വരാൻ തന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നയനെ ഞങ്ങൾക്കിനി വിടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അവിടെ ആരായിരിക്കും ഇത്രത്തോളം ചതികൾ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നവ്യയുടെ തലയിൽ വന്ന് വീഴുകയും നയനയുടെ തലയിൽ വന്ന് വീഴുകയും ചെയ്യും. നയനയുടെ ജീവൻ ആപത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നയനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊക്കെ കനക തന്റെ സങ്കടങ്ങൾ ആദർശനോട് പറഞ്ഞു. അങ്ങനെ ആ ഒരു നയനയുടെ നന്മ എന്താണെന്ന് ഇപ്പോഴും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടത്തിലാണ്. ഈ സമയത്ത് ദേവയാനെ കാണാനായിട്ട് ആദർശ് പോയി. പക്ഷെ ദേവയാനെ കണ്ട് സംസാരിക്കുമ്പോൾ പോലും അവിടെ ദേവയാനി എന്തോ തെറ്റ് ചെയ്തതുപോലെയാണ്, നയനയാണ് കുറ്റം ചെയ്തത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ദേവയാനി ഇപ്പോഴും സംസാരിക്കുന്നത്. നയന കുറ്റക്കാരിയാണ്, നയനയാണ് തെറ്റ് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ നയനെ അംഗീകരിക്കാൻ തനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. എന്നാൽ ദേവയാനിക്ക് ബ്ലഡ് കൊടുത്തത് ആരാണെന്നോ അല്ലെങ്കിൽ കരള് കൊടുക്കാൻ പോകുന്നത് ആരാണെന്നോ ആദർശോ ആരും ഇതുവരെ ദേവയാനി അറിയിച്ചിട്ടില്ല. അവര് ആ ഒരു തനിക്ക് രക്തം തന്ന പെൺകുട്ടിയാണെങ്കിലും ആ ഒരു കരള് തരാൻ വന്ന ആ പെൺകുട്ടി സന്തോഷത്തോടെ ഇരിക്കണം. അപ്പൊ അത് ആരാണ് എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽസ് ദേവയാനി ആദർശനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ പെൺകുട്ടി വിവാഹം കഴിഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഒരു 25 വയസ്സൊക്കെയാണ് ആ പെൺകുട്ടിക്ക് ഉള്ളതെന്നും ഭർത്താവിനെ കുറിച്ച്, ഭർത്താവ് നല്ല ഒരു ബിസിനസ്സുകാരനാണ്, നല്ല വലിയൊരു ഉദ്യോഗസ്ഥനാണ്, പെൺകുട്ടി നല്ല വർക്കൊക്കെ ചെയ്യും, അത് നല്ല കഴിവുള്ള പെൺകുട്ടിയാണ്, പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല, ഹൗസ് വൈഫാണ് എന്നൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞു. മക്കളൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴും അവിടെ ആ ഒരു ഭർത്താവിനെയും ആ ഒരു മുന്നോട്ട് വന്ന പെൺകുട്ടിയെയും ദേവയാനെ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. അത് പക്ഷെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നയനയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദേവയാനയുടെ സ്വഭാവം മാറുമെന്ന് ആദർശിന് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദർശ് സത്യങ്ങൾ ദേവയാനിയോട് പറയാത്തത്. എന്നാൽ പുറത്തു വന്നിട്ടും തന്റെ മനസ്സിലൊരു ആദ്യമാണ്, ഇനി എന്ത് ചെയ്യും? നയനെ ആദർശ് പോയി കണ്ടു, നയന മയക്കത്തിലാണ്. ഡോക്ടർ പറഞ്ഞത് നയനയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷൻ ആ ഒരു നയനയുടെ കരള് മാറ്റുന്നത് അത് സക്സസ് ആയി. ഇനി ദേവയാനിക്ക് അത് ആ ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണം, ബാക്കി ദൈവത്തിന്റെ കയ്യിലാണ് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു ടെൻഷൻ ആദർശിന്റെ മനസ്സിലുണ്ട്. എന്നാൽ നന്ദു ആരും ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല, അനി ആരും ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. നന്ദു അനിയെ വിളിച്ച് സംസാരിച്ചു, ഹോസ്പിറ്റലിലോട്ട് വരുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ആ സമയത്ത് ചേച്ചിയുടെ ഈ ഒരു ത്യാഗത്തെ പറ്റി പറഞ്ഞു. ചേച്ചി കരള് കൊടുക്കാനായിട്ട് തയ്യാറായെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അനിയും ഒരുപാട് ഷോക്കായിപ്പോയി. അനി തിരിച്ചു വന്നപ്പോഴും ആദർശ് പറഞ്ഞത് ഈ ഒരു സത്യങ്ങൾ ആരോടും അറിയരുത് എന്ന് മാത്രമാണ്. ഇനി എന്തായാലും ഈ ഒരു ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അനന്തപുരിയിലോട്ട് ദേവയാനി പോയാൽ പോലും നയന ചെയ്ത ത്യാഗങ്ങൾ ആരും അറിയരുത് എന്ന് തന്നെയാണ് ആദർശിന്റെ നിലപാട്. എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കും, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരെയും ബൈ.